നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി പാലക്കാട് സംസ്ഥാന പാതയിലെ കൂറ്റനാടാണ്. കൂറ്റനാട് കണിച്ചിരക്കൽ മാളിലും പെട്രോൾ പമ്പിനും സമീപത്തുള്ള സ്ഥലം. അവിടെ റോഡ് വെള്ളം മുങ്ങിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജൂലൈ 30 നല്ല മഴയാണ്. രാവിലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഉണർന്നത്. അവിടെ നിരവധി ആളുകൾ മരിച്ചിരിക്കണം. അപ്പോൾ അതേ ഒരു കാലാവസ്ഥ, അതുപോലുള്ള ശക്തമായ മഴ ഈ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റോഡ് മുങ്ങിക്കിടക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ രാവിലെ കാറും കൊണ്ട് ഈ വഴിക്ക് വരണം വിചാരിച്ചാ അടുത്ത് തിരുത്തിപ്പാറ വഴി കയറി അപ്പുറത്തന്നെ റോഡ് മുങ്ങിയുണ്ട്. ഇപ്പോൾ നമ്മൾ കൂട്ടുപാത കഴിഞ്ഞ് ഞാങ്ങാട്ടി എത്താറായിട്ടോ. ഞാങ്ങാട്ടി എത്താറാകുമ്പോൾ കയറ്റത്ത് താഴത്ത് റോഡിലിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വെള്ളം അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമുണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിലേക്ക് എത്താറായി. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയുടെ കുറുകളുള്ള പാലം കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട്. പാലത്തിനോട് ഏകദേശമൊക്കെ മുട്ടാറായി. നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്. ഇതിന് മുൻപ് 3 പ്രാവശ്യം പാലം കവിഞ്ഞ് വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സ്ഥിതി വരുമോ എന്നുള്ള നമുക്കറിയില്ല. എങ്കിലും അത് പ്രതീക്ഷിക്കണം. കാരണം നല്ല മഴയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ട്. പാലം കടന്ന് നമ്മൾ അപ്പുറത്ത് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പോലീസ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വെള്ളം കൂടുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടണമല്ലോ. നമ്മളിപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പാലക്കാടേക്കുള്ള നമ്മുടെ യാത്രയിൽ വെള്ളം കയറി കിടക്കുന്ന മറ്റൊരു സ്ഥലം കൂനത്രയാണ്. അവിടെ റോഡ് കംപ്ലീറ്റ് മൂടിയുണ്ട്. ഈ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുങ്ങും. അതായത് സ്കൂട്ടർ അതുപോലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപകടം പറ്റിയേക്കാം. എങ്കിലും വലിയ വണ്ടികൾക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് കൂനത്തറ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് കാണുന്നത്. ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് ഈ പെരുമഴയും വെള്ളക്കെട്ടും കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ടൗണിലെത്തിയപ്പോൾ അവിടെ പലർക്കും ഓഫീസുകളിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. പല ഭാഗത്തും ഇങ്ങനെ വെള്ളം മൂടി നിൽക്കുകയാണ് കേട്ടോ.